ഷംസുദ്ദീൻ സർ, ഇവിടെ മന്ത്രി സ്ഥിരം പറയുന്ന മറുപടികളാണ് സർ പറഞ്ഞത്. കേരളത്തിലെ വന്യജീവി ആക്രമണത്തിന്റെ ഇന്നത്തെ അവസ്ഥ എത്ര ഭീതിതമാണ് എന്ന് ഞങ്ങൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഓരോ ദിവസവും കേരളത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടാകുന്നു, ആളുകൾ കൊല്ലപ്പെടുന്നു. വനം വകുപ്പ് ഇതേപോലെ പദ്ധതികൾ എന്ന് പറഞ്ഞിരിക്കുകയാണ് സർ. ഇവിടെ ഇപ്പോ അവസാനമായിട്ട് വയനാട് ഒരു തോട്ടം തൊഴിലാളിയായ സഹോദരിയെ കടുവ ജീവനോടെ കടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് ഭക്ഷിക്കുന്ന വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു സീൻ നമ്മൾ കാണണ്ടായി. ഒറ്റ ചോദ്യം എനിക്കുള്ളൂ സാർ, അങ്ങയുടെ പാർട്ടിക്കാർക്ക് അവസരം നഷ്ടപ്പെടും. ഈ കടുവയുടെ സാന്നിധ്യം വനം വകുപ്പിന് കണ്ടെത്താൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഇപ്പൊ നമ്മുടെ നാട്ടില് അങ്ങനെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഒരു പ്രദേശത്തുണ്ടെങ്കിൽ അത് വനം വകുപ്പിന് കണ്ടെത്താനുള്ള ക്യാമറയുണ്ട്. എന്തുകൊണ്ടാണ് വയനാട്ടിലെ കടുവയുടെ സാന്നിധ്യം? ഒരു തോട്ടം തൊഴിലാളി അവിടെ പോകുന്നുണ്ട്, ആ പോണതിന് മുമ്പ് പറയാമായിരുന്നു അവിടെ കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്ന്. ആ കാര്യത്തിൽ എന്ത് വീഴ്ച ആർക്കാണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാതെ പോയത് എന്നതാണ് എന്റെ ചോദ്യം. കടുവയുടെ സാന്നിധ്യം എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല? അതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതിയല്ലേ? അല്ല അങ്ങയോടല്ല, അങ്ങയുടെ ചോദ്യത്തോടുമല്ല, സ്പീക്കറുടെ ഒരു ഇതിന് പറഞ്ഞതാണ്. അത് വളരെ നിസ്സാരമായി ഗവൺമെൻറ് കാണുന്നു എന്ന പരാമർശം ഖേദകരമാണ്. രണ്ട്, സർ, ക്യാമറകൾ പ്രവർത്തിക്കുന്നത് ക്യാമറയുടെ ഏരിയയിൽ വരുമ്പോൾ മാത്രമേ ക്യാമറയിൽ പെടുള്ളൂ. കാടിനെ മൊത്തം ക്യാമറ നിരീക്ഷണത്തിൽ പെടുത്താൻ സാധിക്കില്ല. കാരണം ക്യാമറയുടെ താഴെ പച്ചപ്പുകൾ വരും. ആ പച്ചപ്പുകളും ചെറുകാടുകളുടെയും ഇടയിലാണ് ഇത്തരം വന്യമൃഗങ്ങൾ വന്നു ചേരുന്നത്. അപ്പോൾ പുൽപ്പരപ്പാണ് മിക്കവാറും ക്യാമറകളിലൂടെ കാണുന്നത്. അത് കേരളത്തിൻ്റെ വനമേഖലയുടെയും ഭൂപ്രദേശത്തിൻ്റെയും സവിശേഷതയാണ്. അപ്പോൾ ഉൾക്കാടുകളിലേക്ക് കൂടി നിരീക്ഷണം നടത്താൻ കഴിയുന്ന വിധത്തിലുള്ള മാൻ പവർ കൂടി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയൂ. ആ കാര്യത്തിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഞാൻ അങ്ങേക്ക് ഉറപ്പ് നൽകുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പലപ്പോഴും ഇത്തരം വന്യജീവികളെ കണ്ടാൽ അവയെ വെടിവെക്കാൻ വനം വകുപ്പ് അനുമതി കൊടുക്കാറില്ല. അതിന് വിവിധ കമ്മിറ്റികൾ ചേരണമെന്നാണ് പറയാറ്. എന്നാൽ ഈ വയനാട്ട് കേസിൽ പ്രതിഷേധമൊക്കെ ഉണ്ടായപ്പോൾ മന്ത്രി പറഞ്ഞു വെടിവെക്കാൻ ഉത്തരവിട്ടു. അപ്പോൾ നല്ല കാര്യം തന്നെ വെടിവെക്കാൻ ഉത്തരവിട്ടത്. പക്ഷെ വെടിവെക്കേണ്ടി വന്നില്ല, അവസാനം കടുവ ചാവുകയുണ്ടായത്. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ വെടിവെക്കാൻ ഉത്തരവിടാമെങ്കിൽ കേരളത്തിൽ പലപ്പോഴും വന്യജീവികളെ കാണുമ്പോൾ, വളരെ കൂടുതൽ അക്രമകാരികളായ ആനയൊക്കെ കാണുമ്പോൾ വെടിവെക്കാനുള്ള ഉത്തരവിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ വെടിവെക്കാനുള്ള ഉത്തരവ് വയനാട് മോഡൽ എവിടെ വന്യജീവികളെ കണ്ടാലും വനം വകുപ്പിന് കൊടുക്കുമോ എന്നാണ് എന്റെ ചോദ്യം. അങ്ങേപ്പോലെ പരിചയമുള്ള ഒരു മെമ്പർ ഇങ്ങനെ ചോദിക്കുന്ന കഷ്ടമാണ്. കാരണം വെടിവെക്കാനുള്ള നടപടികൾ നേരത്തെ കാലതാമസമുണ്ടായിരുന്നു. ആ കാലതാമസത്തിന് കാരണം പല നിയമങ്ങളാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ ഈ ഒരു 1-2 മാസം അല്ലെങ്കിൽ 6 മാസത്തിനിടയിൽ കാലതാമസമുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചാൽ ആ കാലതാമസത്തിന് ഉത്തരവാദികളുടെ